അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരു ആയത്തിലും ഇല്ല. എന്നാൽ അത് തെറ്റാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലും ഇല്ല. അത് തെറ്റാണെന്നതിന് തെളിവില്ലാത്തത് കൊണ്ട് തന്നെ തെറ്റാണെന്ന് പറയും യാതൊരു നിവൃത്തിയില്ല. ഇത് സക്കരിയ സലാഹി ഇപ്പോഴെങ്കിലും വൈകിയെങ്കിലും അംഗീകരിച്ചൊരു ഉസൂലാണ് അല്ലെ. പണ്ടേ നമ്മൾ പറയലുണ്ട് എന്ത്, ഇസ്തിഗാസ ഷിർക്കാണെന്ന് പറയണമെങ്കിൽ അതിന് തെളിവ് വേണം. അത് ഷിർക്കാണെന്നുള്ളതിന് തെളിവ് വേണം. ഷിർക്കല്ല എന്നുള്ളതിന് തെളിവിന്റെ ആവശ്യമില്ല. ഷിർക്കാണ് എന്നുള്ളതിന് തെളിവില്ലാഞ്ഞാൽ എന്ത് മതി, അത് ഷിർക്കല്ല എന്ന് തെളിയും. ഇത് നമ്മൾ പണ്ടേ പറയണതാ. ഇതിപ്പോ നമ്മളെ സക്കരിയ സലാഹി കുടുങ്ങിയപ്പോ മൂപ്പര് ഇത് അംഗീകരിച്ചു. മൂപ്പര് അങ്ങനെ പറയണത് ഇപ്പോ ഇത് ഷിർക്കാന്നുള്ളതിന് തെളിവ് വേണ്ട. ഷിർക്ക് ആണ് എന്നതിന് തെളിവില്ലാത്തിടത്തോളം കാലം, ഏത് ഷിർക്കല്ല എന്നുള്ളതിന് തെളിവ് വേണ്ട, പിന്നെന്താ ഷിർക്ക് ആണ് എന്നതിന് തെളിവില്ലാത്തിടത്തോളം കാലം അത് ഷിർക്കല്ല എന്ന വാദം നിലനിൽക്കുമെന്ന നാം പണ്ട് മുതലേ പറഞ്ഞു വരുന്ന വാദമാണ് നമ്മുടെ സക്കരിയ സലാഹി ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചരിത്രങ്ങൾ ധാരാളം പറയുന്നത് തെളിവാണ് എന്ന് ആരും ധരിക്കരുത്. തെളിവ് ഇപ്പൊ പറഞ്ഞതാ, നിങ്ങൾക്ക് മനസ്സിലായോ? തെളിവ് ഇപ്പോൾ പറഞ്ഞതാണ്. എന്താ തെളിവ്? ഷിർക്കാണെന്നുള്ളതിന് ഖുർആനിൽ ഒരു ആയത്തും ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസും ഇല്ല. അതുകൊണ്ട് തന്നെ ഷിർക്കാണ് എന്നതിന് ഒരു തെളിവില്ല. അതുകൊണ്ട് ഷിർക്കാണെന്ന് പറയാൻ പറ്റില്ല. ഇനി നിങ്ങൾ നോക്ക്, ഇനിയാണ് നമ്മൾ ചരിത്രം എടുത്തു വെക്കുന്നത്, അത് തെളിവായിട്ടല്ല. ചരിത്രത്തിൽ എന്താ ഉള്ളത്? ചരിത്രത്തിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തേടിയിരുന്നു. ഏതാ തേടിയത്? എപ്പോഴും നമ്മൾ കേട്ട് 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 കാതിന് തയം പിടിച്ച ചില സംഭവങ്ങളുണ്ട്. പക്ഷെ അത് പറയാതിരിക്കാൻ നിർവാഹമല്ല. ആ സംഭവത്തിൽ ഒന്നാണ് ഇബ്നു അബി ഷൈബ സഹീഹായ റിപ്പോർട്ട്, സഹീഹായ സനദോടെ റിപ്പോർട്ട് ചെയ്ത കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞ, ഫത്ഹുൽ ബാരി ഒരു ഉദാഹരണമാണ്. ലോകത്ത് ഡസൻ കണക്കിന് ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത സംഭവം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുത്ത് വന്ന് മഴയ്ക്ക് വേണ്ടി റസൂലുള്ളാഹിനോട് സഹായാർത്ഥന നടത്തിയ സംഭവം കണ്ടോ? ഈ സംഭവം ഉദ്ധരിക്കുമ്പോ വഹാബികൾ എന്താ പറയാ? അത് കഥയാണ്. അത് കഥയാണോ? ഇസ്നാദിൻ സ്വഹീഹിൻ എന്ന് വ്യക്തമായി പറഞ്ഞിട്ട്, പക്ഷെ അതുകൊണ്ട് വിശ്വാസപരമായ ഒരു കാര്യത്തിന് തെളിവെടുക്കാൻ മാത്രം അത് പറ്റൂല എന്ന് പറയും. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇത് വിശ്വാസപരമായ ഒരു കാര്യമേ അല്ല കേട്ടോ. വിശ്വാസപരമായ കാര്യമാണ് എന്ന അവതരണം വഹാബികളുടെ കുതന്ത്രത്തിന്റെ ഭാഗമാണ്. ഒന്ന്. രണ്ടാമത്തേത്, ഇത് ചരിത്രമാണ് എന്ന് പറഞ്ഞ് ചരിത്രത്തെ അവഗണിക്കാൻ പറ്റുമോ? പറ്റൂല. ഇത് ഒന്നോ രണ്ടോ മൂന്നോ സംഭവമാണോ? അല്ല. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുക്കൽ വന്ന് സ്വഹാബത്തും താബീങ്ങളും അതിന്റെ ശേഷമുള്ള പണ്ഡിതന്മാരും സഹായം തേടിയതിന് എത്ര സംഭവങ്ങളാണ് തെളിവുള്ളത്? എത്ര സംഭവങ്ങളാണ് തെളിവുള്ളത്? ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്ന് വന്നു മദീനത്ത്. തിരിച്ചു പോയപ്പോ ഇങ്ങോട്ട് വന്നതിനേക്കാൾ എത്രയോ വഴിദൂരം ബഹുമാനപ്പെട്ടവർക്ക് തിരിച്ചു പോകുമ്പോ കുറഞ്ഞു. 7 ദിവസം കൊണ്ട് ഇങ്ങോട്ട് എത്തിയാൽ 2.5 ദിവസം കൊണ്ട് തിരിച്ചങ്ങോട്ടെത്തി. അതിന്റെ കാരണം പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുക്കൽ വന്ന് തന്റെ വഴിദൂരം കുറഞ്ഞു കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് നബി തങ്ങളോട് ശഫാഅത്ത് ചെയ്ത് ദുആ ചെയ്തു എന്നാ പറഞ്ഞത്. ശഫാഅത്ത് തേടി ദുആ ചെയ്തു. കണ്ട, അതിന്റെ കാരണം കൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ വഴിദൂരം കുറഞ്ഞു എന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് സ്വഹാബിയാണ്, ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. ഇനി നോക്ക് നിങ്ങൾ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റയുടെ 53-ാമത്തെ വർഷം, ഹിജ്റയുടെ 53-ാമത്തെ വർഷം. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് എല്ലാ ചരിത്രം കൂടി ഇപ്പൊ പറയാൻ പറ്റൂലല്ലോ. പിന്നെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചരിത്രമുണ്ട്. അതെന്താ? കേട്ടോളൂ, പറയാം. അതാ ഹിജ്റയുടെ 53-ാമത്തെ കൊല്ലം കണ്ടോ. ഇബ്നു സിയാദ് അദ്ദേഹം വകാന കതബ ഇലാ മുആവിയത അന്നഹു ഖദ് ലബിത അൽ-ഇറാഖ ബിയമീനിഹി വശിമാലിഹി ഫാരിഗ. കണ്ടോ, ഇബ്നു സിയാദ് എന്ന് പറയുന്ന ഒരു അക്രമിയായ ഭരണാധികാരി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇറാഖിൽ ചെന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ ശപിക്കണമെന്ന് പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി ജനങ്ങളെ നിർബന്ധിക്കുകയും ചെയ്ത ആളാ.
അയാൾ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതി. ഹിജ്റയുടെ 53-ാമത്തെ വർഷമാണ്. കത്തെഴുതി. എന്താ കത്തിലുള്ളത്? ഇതാ, ഇറാഖ് എന്റെ വലങ്കയ്യിൽ ഞാൻ ഒതുക്കിയിരിക്കുന്നു, എന്റെ ഇടങ്കൈ ഇപ്പോൾ കാലിയാണ്. ആണോ? എന്റെ ഇടങ്കൈ ഇപ്പോൾ കാലിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ ഭരണം നടത്താൻ ഇറാഖ് എനിക്ക് മതിയാകുന്നില്ല, അതുകൊണ്ട് എന്റെ അധികാര പരിധി വികസിപ്പിച്ചു തരണം. അങ്ങനെയാണ് ഹിജാസിന്റെ അധികാരം കൂടി അദ്ദേഹത്തിന് കൊടുത്തത്. ഇറാഖിന്റെ കൂടെ ഹിജാസ് കൂടി കൊടുത്തു. ഹിജാസ് കൊടുത്തപ്പോ അദ്ദേഹത്തിന്റെ അധികാര പരിധി വ്യാപിച്ച് മദീനയിലേക്ക് എത്താൻ തുടങ്ങി. മദീനയിലേക്ക് ഈ അക്രമിയായ ഭരണാധികാരി അയാളുടെ ഭരണം മദീനയിലേക്ക് നീളുമെന്നായപ്പോൾ കേട്ടോ, ഫജ്തമഅ അസ്സഗീറു വൽ കബീറു ബി മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മദീന നിവാസികളായ ചെറിയവരും വലിയവരും അടക്കം എല്ലാ ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ ഒരുമിച്ചുകൂടി. വലജ്ജു ഇലല്ലാഹ്, അള്ളാഹുവിനോട് അവർ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇനി കേട്ടോ, വലാദൗ ബി ഖബരിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സലാസത അയ്യാമിൻ, 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിൽ അവർ അഭയം തേടി. കണ്ടോ? വേറെ ചില ചരിത്ര റിപ്പോർട്ടുകളിൽ ഇതിന് മുന്നിൽ നിന്നത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ് എന്നുകൂടി കാണാം. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഒരു സഹായം കിട്ടാൻ വേണ്ടി, ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഖബറിന്ന് പോണത് ശിർക്കാണ് എന്ന് പ്രചരിപ്പിക്കണ വഹാബികളുണ്ടല്ലോ. അവരോടാണ് ഈ പറയുന്നത്. ഹിജ്റയുടെ 53-ാമത്തെ വർഷം നടന്ന സംഭവമാണ് ഈ റിപ്പോർട്ട് ചെയ്യുന്നത്. കേട്ടോളൂ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപത്നി ആയിഷ ബീവിയുടെ സഹോദരി ഉമ്മു കുൽസൂം ബീവിയെ ഉമർ റളിയല്ലാഹു അൻഹു വിവാഹാന്വേഷണം നടത്തി. കണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു വിവാഹാന്വേഷണം നടത്തിയപ്പോ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്യുന്നത് അത്ര ഇഷ്ടമല്ലാതിരുന്ന ബഹുമാനപ്പെട്ട ഉമ്മു കുൽസൂം ബീവി ആയിഷ ബീവിയോട് പറഞ്ഞ ഒരു സംഭവം എന്താ? ജാമിഉൽ അഹാദീസിലും മറ്റൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താ ആയിഷ ബീവിയോട് പറഞ്ഞത്? ആയിഷ ബീവിയോട് പറഞ്ഞത്, ഈ കല്യാണം എനിക്ക് ഇഷ്ടമല്ല. കണ്ടോ? അഥവാ നിങ്ങൾ ഈ കല്യാണം നടത്തുകയാണെങ്കിൽ, കണ്ടോ, കേട്ടോളൂ, വല്ലാഹി ലഇൻ ഫഅൽതി ലഅദ്ഹബന്ന അസീഹന്ന ഇൻദ ഖബരിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ? നിങ്ങൾ ഈ കല്യാണം നടത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിന് ചെന്നിട്ടുണ്ട് കരയുന്നാ പറഞ്ഞു. കണ്ടോ? ഞാൻ റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിന്റെ അടുത്ത് എന്താവും? കരയും. കണ്ടോ? ഇപ്പോഴും കണ്ടോ ചില ആൾക്കാർ ഇത് ഹദീസാണോ എന്നൊക്കെ ചോദിക്കണത്. ഒന്നാറ് ചങ്ങായിമാര്, ഞാൻ ഇത്ര നേരം പറഞ്ഞ നിങ്ങൾ കേട്ടോ? അതിന് സംശയം ഉണ്ടെങ്കിൽ അവസാനം ചോദിച്ചോളൂ കേട്ടോ. ചോദ്യം ചോദിക്കാനുള്ള സമയത്ത് ചോദിച്ചോളൂ, അപ്പൊ പറഞ്ഞുതരാം. ക്ലാസ് ആദ്യം മുതൽ കേട്ടിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാ. കണ്ടോ? ഇവിടെ കണ്ടോ എന്താ സംഭവിച്ചത്? ഉമ്മു കുൽസൂം ബീവി പറയാ, ആയിഷ ബീവിന്റെ സഹോദരി, നിങ്ങൾ ഈ കല്യാണം നടത്തുകയാണെങ്കിൽ ഞാന് വല്ലാഹി ലഇൻ ഫഅൽതി ലഅദ്ഹബന്ന അസീഹന്ന ഇൻദ ഖബരിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിന് ചെന്ന് കരയുന്ന പറഞ്ഞു. ഖബറിന് ചെന്ന് കരയ. എന്താ വഹാബിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? കണ്ടോ? വഹാബിക്ക് എന്താ പറയാനുള്ളത്? അപ്പോ ഇത് ഒരുപാട് കിതാബുകളിൽ രേഖപ്പെട്ടു വന്ന സംഭവമാണ്. ഇബ്നു അബ്ദുൽ ബറിന്റെ കിതാബുൽ ഇസ്തിയാബിലുണ്ട്. അതാ നമ്മളെ സക്കി ഉസ്താദോട് അടിച്ചേക്കണം. കേട്ടോ? അതുപോലെ ഇബ്നു അസാക്കിറിന്റെ താരീഖിലുണ്ട്. അങ്ങനെയുള്ള കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വന്ന സംഭവമാണത്. അപ്പോ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുത്ത് എന്ന് കരയാന്ന് പറഞ്ഞാൽ വഹാബിയുടെ വാദം അനുസരിച്ചൊരു മഹാശിർക്കാണല്ലോ ചെയ്യാൻ പോണത്. ഈ ശിർക്ക് ചെയ്യുന്ന ആരോടാ പറഞ്ഞത്? ആയിഷ ബീവിനോടാ. ആയിഷ ബീവി ഇപ്പോൾ എന്ത് പ്രതികരിക്കണം? ആയിഷ ബീവി എന്ത് പ്രതികരിക്കണം? ഇത് പറയുമ്പോൾ വഹാബി പറയും, അത്തരം സംഭവങ്ങളെ അഖീദയുടെ കാര്യം സ്ഥിരപ്പെടുത്താൻ വേണ്ടി തെളിവാക്കാൻ പറ്റുക. ഇക്കാര്യം അഖീദ നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയതല്ലേ? ഇത് അഖീദയുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് ലോകത്ത് ഒരു മുസ്ലിം പണ്ഡിതനും ഇക്കാലം വരെ പറയാത്തതാ. അത് നിങ്ങൾ മാത്രം പറഞ്ഞുണ്ടാക്കിയതാ. ഇനി കേട്ടോ, ഞാൻ വേറൊന്ന് പറഞ്ഞുതരാം. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുക്കൽ വന്ന് സഹായാർത്ഥന നടത്തിയ സംഭവം ധാരാളം പണ്ഡിതന്മാര് ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒട്ടനവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ഒരുപാട് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിന്റെ അടുക്കൽ വന്നിട്ടാ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സഹായം തേടിയിരുന്നത്. കണ്ടോ, അബ്ദുല്ലാഹ് ബിൻ മുൻകദിർ എന്ന് പറഞ്ഞാൽ താബികളുടെ കൂട്ടത്തിൽപ്പെട്ട മഹാന. ബഹുമാനപ്പെട്ടവർ ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെ ഒക്കെ ഉസ്താദുമാരിൽപ്പെട്ടവരാണ്. അവരിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ചെയ്തത് ശിർക്കാണെങ്കിൽ പിന്നെ ഇതല്ലേ വഹാബി ചിന്തിക്കേണ്ടത്? ചരിത്രം നോക്കണ്ടെന്ന് പറഞ്ഞാൽ പറ്റോ? ചരിത്രം നോക്കണ്ടെന്ന് പറയാൻ പറ്റോ? അവരൊക്കെ ചെയ്ത് ശിർക്കാണെങ്കിൽ പിന്നെ ബുഖാരിയുടെ ഹദീസ് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? കാരണം ബുഖാരി ശിർക്ക് ചെയ്യണമെങ്കിൽ ഹദീസ് സ്വീകരിച്ച ആളാന്ന് പറയണ്ടേ? പോട്ടെ, ഇമാം ബുഖാരി തന്നെ ശിർക്ക് പ്രചരിപ്പിച്ച ആളാന്ന് അദബുൽ മുഫ്രദ് എടുത്തു നോക്കിയാൽ പറയേണ്ടി വരൂലേ? അതാണല്ലോ. ഇനി നിങ്ങൾ നോക്ക്, ഇഷ്ടം പോലെ സംഭവം. ഇനി ഞാൻ വേറൊന്നുകൂടി പറയാം, ചുരുക്കി പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യൽ സുന്നത്താ. ലോകത്ത് ഇത് പറയാത്ത പണ്ഡിതന്മാരില്ല. ആ വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് ആ ഖബർ സിയാറത്ത് ചെയ്യൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖബർ ഷരീഫിന്റെ അടുക്കൽ വന്ന് സഹായാർത്ഥന നടത്തണം, ശഫാഅത്ത് തേടണം എന്ന് പറയാത്ത പണ്ഡിതന്മാരില്ല. ശഫാഅത്ത് തേടണമെന്നാ പറഞ്ഞത്. കണ്ടോ, ശഫാഅത്ത് തേടണമെന്ന് പറയുക മാത്രമല്ല, അങ്ങനെ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ വന്ന് ശഫാഅത്ത് തേടിയതിന്റെ ധാരാളം ഉദാഹരണങ്ങൾ എടുത്തു വെക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഉത്ബിയുടെ കഥയൊക്കെ വെച്ചത്. അത് കഥയെന്ന് പറഞ്ഞ് തള്ളാൻ പറ്റൂല. കണ്ടോ, കഥയാണെന്ന് പറഞ്ഞ് തള്ളാൻ പറ്റൂല. എന്തേ കാര്യം? എന്തുകൊണ്ട് തള്ളാൻ പറ്റൂല? അതൊരു കഥയായിരുന്നെങ്കിൽ ഈ പണ്ഡിതന്മാർ അതിനെ ഉദ്ധരിച്ചിട്ടുള്ളത് കഥ പറയുന്ന കിതാബിലല്ല, നേരെ മറിച്ച് പണ്ഡിതന്മാർ അതിനെ ഉദ്ധരിച്ചിട്ടുള്ളത് ഹുക്മ് പറയുന്ന കിതാബിലാണ്. ശരിക്കും ശ്രദ്ധിക്കണേ, ഫിഖ്ഹിന്റെ കിതാബിലല്ലേ ഇത് ഉദ്ധരിച്ചത് കൂടുതലും? അതുപോലെ തഫ്സീറുകളിലല്ലേ ഉദ്ധരിച്ചു വന്നത്? കഥ പറയുന്ന കിതാബുകളിലാണോ? കഥ പറയുന്ന കിതാബുകളിൽ ഇങ്ങനെ കഥ വായിച്ചു പോകാൻ വേണ്ടി ഉദ്ധരിച്ചതല്ലാതൊന്നും. പിന്നെന്താ? ഹുക്മ് പറയുന്ന കിതാബുകളിൽ എന്തിന്റെ ഹുക്മ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറു ഷരീഫ് എങ്ങനെയാണ് സിയാറത്ത് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന സ്ഥലത്താണ് മിക്ക പണ്ഡിതന്മാരും ഈ ചരിത്രം എടുത്തു വെച്ചിട്ടുള്ളത്. ആ ചരിത്രം എടുത്തു വെച്ചതിൽ ആരൊക്കെയുണ്ട്? ആധികാരിക ഖുർആൻ പണ്ഡിതനും ഖുർആൻ വ്യാഖ്യാതാവും വിശുദ്ധ ഖുർആൻ പഠിക്കണമെങ്കിൽ ഏത് തഫ്സീറാണ് വായിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ വഹാബികൾ പറയുന്നത് ആധികാരിക ഖുർആൻ തഫ്സീറായി പരിചയപ്പെടുത്തുന്നത് അല്ലാമ ഇബ്നു കസീറിന്റെ തഫ്സീറാ. ആ ഇബ്നു കസീറിന്റെ തഫ്സീറിൽ അദ്ദേഹം വളരെ വ്യക്തമായി ഈ വിഷയം എടുത്തു പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇതാ വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക അല്ലേ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ ഈ സംഭവം എടുത്തു പറഞ്ഞു. അതാ സക്കി ഉസ്താദ് ഇവിടെ അടിച്ചിക്കണ്. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുക, കുറച്ചൊക്കെ കിതാബ് കിട്ടുന്ന ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഏത് ഈ ആയത്തോതിയ നമ്മളെ വഹാബികൾ പറയുന്ന ഒരു വിഷയമുണ്ട്. എന്ത്? വലൗ അന്നഹും ഇളമു എന്നാണ് അള്ള പറഞ്ഞത്, ഇതാ വലമു എന്നല്ല. ശ്രദ്ധിക്കണേ, അള്ള പറഞ്ഞത് ഇളമു എന്നാണ്. അവര് തെറ്റ് ചെയ്ത സമയത്ത് അവർ വന്നിരുന്നെങ്കിൽ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ തെറ്റ് ചെയ്തവർക്കൊക്കെ വരാനുള്ളതല്ല ഈ ആയത്തിന്റെ ആശയം എന്ന വഹാബികൾ പ്രചരിപ്പിക്കാറുണ്ട്. ആയത്തിന്റെ ആശയം മനസ്സിലാക്കേണ്ടത് തഫ്സീർ നോക്കിയിട്ടാണ്. എന്ത്? ആയത്തിന്റെ ആശയം മനസ്സിലാക്കേണ്ടത് തഫ്സീർ നോക്കിയിട്ടാണ്. ഇവിടുത്തെ ഇളമു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയാണോ? അതല്ല, തെറ്റ് സംഭവിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണോ ഈ ആയത്തിന്റെ അർത്ഥം? ഇബ്നു കസീറിനെ നോക്കൂ. എന്താ ഇബ്നു കസീർ അവിടുത്തെ ഇതിന് അർത്ഥം കൊടുത്തിരിക്കണത്? ഇബ്നു കസീർ പറയുന്നത് അവിടുത്തെ ഇതിന്റെ അർത്ഥം ഇതാ എന്നാണ് എന്നാ. കാരണം സക്കി ഉസ്താദ് ഒന്നുകൂടി അടിക്കിയത്, ആ ഇബാറത്ത് ഒന്നുകൂടി അടിച്ചു കൊടുക്കി. എന്താണ് ആ ഇബാറത്തിലുള്ളത്? യുർഷിദു തആല അൽ ഉസാത വൽ മുദ്രിബീന ഇദാ വഖഅ മിൻഹുൽ ഖതഉ വൽ ഇസ്യാൻ എന്നാണ്. ഇത് വഖഅ എന്നല്ല ഇബ്നു കസീറിന്റെ തഫ്സീറിലുള്ളത്. അപ്പൊ ഇബ്നു കസീർ പറയുന്നത് ആയത്തിൽ ഇളമു എന്നാണുള്ളതെങ്കിലും അതിന്റെ ആശയം ഇദാ വലമു എന്നാണ് ഇദാ വഖഅ മിൻഹുൽ ഖതഉ വൽ ഇസ്യാൻ എന്ന തഫ്സീറിലൂടെ ഇബ്നു കസീർ പഠിക്കേണ്ടത് കേട്ടോ. അതോ ഏത് തഫ്സീറാ അത്? വഹാബികളുടെ അൽമനാറിലും അതുപോലെ മറ്റു പല പുസ്തകങ്ങളിലും വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ ആധികാരിക ഗ്രന്ഥമായി പരിചയപ്പെടുത്തിയിട്ടുള്ള തഫ്സീറാണ് ഇബ്നു കസീറിന്റെ തഫ്സീർ. അവിടെ ഇബ്നു കസീർ കഥ എഴുതിപ്പോയി എന്നാ ചില മൗലവിമാര് പറഞ്ഞത്. ഏത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു അയറാബി വന്നു. കണ്ടോ, വഖദ് സക്കറ ജമാഅത്തുൻ
ഒരു വിഭാഗം പണ്ഡിതന്മാർ ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞു, മിൻഹും അബൂ നസ്ർ ഇബ്നു സബ്ബാഖ് ഫി കിതാബിഹി ഷാമിൽ ഷമാഇൽ, എന്തിനെ പറഞ്ഞു? അൽ ഹികായത്തുൽ മശ്ഹൂറ അൻ ഉത്ബി ഖാല കുന്തു ജാലിസൻ ഇൻദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ സമീപത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു അഅറാബി വന്നു. അഅറാബി വന്നിട്ട് എന്താ ചെയ്തത്? ഒന്നുകൂടി അടിക്കി. അഅറാബി വന്നിട്ട് എന്താ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുക്കലേക്ക് ഒരു അഅറാബി വന്നിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാ, എന്താ പറയുന്നത്? അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറഞ്ഞു. എന്നിട്ട് അഅറാബി പറയാ, സമിഅതുല്ലാഹ യഖൂലു, അല്ലാഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ അല്ലാഹു പറഞ്ഞത്? വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന് അല്ലാഹു പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ അല്ലാഹു പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹു പറഞ്ഞതിന്റെ അർത്ഥം എന്ത്? തെറ്റ് ചെയ്ത ആളുകൾ നബിയുടെ അടുക്കൽ വന്നിട്ട് അള്ളാഹുവിനോട് പാപമോചനത്തിന് ആവശ്യപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്തിരുന്നെങ്കിൽ അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കുമായിരുന്നു എന്ന ആശയം വരുന്ന ആയത്ത്. ഈ ആയത്ത് ഓതിയിട്ട് അഅറാബി പറയാ, ഇങ്ങനെ അള്ളാഹ് പറഞ്ഞതാ, അതുകൊണ്ട് നബിയെ അള്ളാഹ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് വഖദ് ജിഅ്തുക മുസ്തഗ്ഫിറൻ ലിദംബി, എന്റെ തെറ്റിന് പാപമോചനം തേടിക്കൊണ്ട് തങ്ങളുടെ അടുത്തേക്ക് ഞാൻ വന്നിരിക്കുന്നു. മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് തങ്ങളുടെ ശഫാഅത്ത് റെക്കമെന്റ് തേടിക്കൊണ്ടാണ് ഞാൻ വന്നത്. ആരോടാ പറയണത്? ഖബർ കിടക്കണ നബി തങ്ങളോട്. എന്താ പറഞ്ഞത്? എന്റെ പാപം പൊറുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തങ്ങളുടെ അടുത്തേക്ക് വന്നത്. അതിന്റെ അർത്ഥം നബിയെ പൊറുക്കേണ്ടതല്ല. അതാണ് രണ്ടാമത് മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, പൊറുക്കേണ്ട ആള് റബ്ബ. അതിന് വന്നത് തങ്ങളുടെ അടുത്തേക്കാ. അതിനാ വന്നത് തങ്ങളുടെ ശഫാഅത്ത് കിട്ടാനാ. അതാണ് പറയുന്നത്. തങ്ങളെ ശഫാഅത്ത് കിട്ടാനാ ഞാൻ വന്നത്. പൊറുക്കേണ്ടവൻ റബ്ബാൻ. ആ റബ്ബ് പൊറുക്കാൻ തങ്ങളെ ശഫാഅത്ത് ഉണ്ടെങ്കിൽ എളുപ്പമാകുന്നു വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞതാ. അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് അഅറാബി പറഞ്ഞു. അങ്ങനെ എന്താക്കി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായാർത്ഥന നടത്തുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറയുന്ന ഒരു 2-3 വരി പദ്യാണ്ട് പാടി. ആ പദ്യാണ് പിന്നുള്ളത്. ഇബ്നു കസീർ ഇത് ഉദ്ധരിക്കുകയാണ്. കണ്ടോ? അങ്ങനെ പിന്നെ എന്താ, അത് കഴിഞ്ഞിട്ട് അഅറാബി അങ്ങ് പോയി. അപ്പൊ ഇത് റിപ്പോർട്ട് ചെയ്യണ ഉത്ബി പറയാ, ഫറഅയ്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിന്നൗമി, അപ്പോൾ ഞാൻ നബി തങ്ങളെ ഉറക്കത്തിൽ കണ്ടു. ഫഖാല യാ ഉത്ബി ഇൽഹഖിൽ അഅറാബിയ ഫബശ്ശിർഹു അന്നല്ലാഹ ഖദ് ഗഫറ ലഹു, ആ അഅറാബിയുടെ അടുത്ത് എന്നിട്ട് അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉത്ബി സ്വപ്നത്തിൽ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്ബിയോട് സ്വപ്നത്തിൽ പറഞ്ഞു. ഇത് കേട്ടപ്പോ വഹാബി 2 രീതിയിൽ ഇതിനെ ഗണ്ണിക്കും. ഒന്ന് പറയും ഇത് സ്വപ്നക്കഥയാണ് എന്ന് പറയും. സ്വപ്നക്കഥ എന്താ? ഉത്ബി കണ്ടതല്ലേ സ്വപ്നം. അതുവരെയുള്ളത് സ്വപ്നാണോ? യഥാർത്ഥത്തിൽ ഉണ്ടായതല്ലേ. നമുക്ക് തെളിവെവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായാർത്ഥന നടത്തിയെടുത്താ അത് സ്വപ്നത്തിന്റെ മുമ്പാ. ഒന്ന്. രണ്ടാമത്തെ എന്താ പറയാ? ഇത് ഉത്ബി അല്ലേ പറഞ്ഞത്. ഉത്ബിനെ വിശ്വസിക്കാൻ പറ്റൂല. അയാളെ പറ്റി പിന്നെ ഇവര് പറയാത്തതൊന്നുമില്ല. ഉത്ബിയെ പറ്റി ഇവര് പറയാത്തൊന്നുമില്ല. എന്റെ കാര്യം ഉത്ബി ഇത് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാ. ഉത്ബി ഇത് റിപ്പോർട്ട് ചെയ്തപ്പോ ഇബ്നു കസീർ അടക്കമുള്ള പണ്ഡിതന്മാർ ഇത് എടുത്തിങ്ങനെ ഉദ്ധരിച്ചു. എല്ലാ പണ്ഡിതന്മാരും ഉദ്ധരിച്ചു. ഇത് ഉദ്ധരിച്ചിട്ട് കഥ പറയുന്ന കിതാബ് പറഞ്ഞാണോ? അല്ല. ഇത് ഉദ്ധരിച്ച പണ്ഡിതന്മാരൊക്കെ എന്താ പറഞ്ഞത്? ഒക്കെ ഞാൻ പറയണില്ല. ഇത് ഉദ്ധരിച്ച പണ്ഡിതന്മാരിൽ മിക്കവരും ഇത് ഉദ്ധരിച്ചത് എവിടെ? നബി തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യണത് എങ്ങനെയെന്ന് പഠിപ്പിക്കാനാ. ഇബ്നു കസീർ അത് പഠിപ്പിക്കുന്ന സ്ഥലമല്ലെങ്കിലും തന്റെ തഫ്സീറിൽ ഇവിടെ പറഞ്ഞ എന്താ? അല്ലാഹു തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് തെറ്റ് ചെയ്തില്ല റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകണമെന്നാണ് എന്നാ. ഇനി കേട്ടോ, ഇതിനെ ബലപ്പെടുത്തുന്ന ഹദീസുകൾ വേറെയുമുണ്ട്. ഇതിനെ ബലപ്പെടുത്തുന്ന ഹദീസുകൾ വേറെയും ഉണ്ട്. അതേതാണ് ഇതിനെ ബലപ്പെടുത്തുന്ന ഹദീസ്? കേട്ടോ, ഞാനൊരു ഹദീസ് പോയി തരാം കേട്ടോ. ഹദീസ് പലയിടത്തുണ്ട്. ഞാൻ ഹദീസ് എവിടെ ഉള്ളത് നിങ്ങൾക്ക് അറിയേണ്ടി വരും. അത് പലയിടത്തുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഒറ്റ മിനിറ്റ്. ഹദീസ് ഒന്ന് തിരഞ്ഞെടുക്കട്ടെ. ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാൻ കേട്ടോ. ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഈമാനിൽ ഉള്ള ഹദീസ്, ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിലുള്ള ഹദീസ് കേട്ടോ. ആ ഹദീസിൽ എന്താ ഉള്ളത്? അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല,
ഇന്ന ഫീ സൂറത്തിൻ നിസായില ഖംസ ആയാത്തിൻ, സൂറത്തുൻ നിസായിൽ 5 ആയത്തുകളുണ്ട്. മാ യസുറുനി അന്നലി ബിഹ ദുനിയ വമാ ഫീഹാ, ആ 5 ആയത്തുകൾക്ക് പകരം ദുനിയാവും അതിലുള്ള സർവ്വതും എനിക്കുണ്ടായിരുന്നെങ്കിൽ അതെനിക്ക് സന്തോഷമാകില്ല എന്ന് പറഞ്ഞാല്, ഈ ദുനിയാവും അതിലുള്ള സർവ്വതും എനിക്ക് സ്വന്തമാകുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം തരുന്നതാണ് സൂറത്തുൻ നിസായിലെ 5 ആയത്ത്. കേട്ടോ ഏതായത്ത്? ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറത്തിൻ എന്ന് തുടങ്ങുന്ന ആയത്ത്. രണ്ടാമത്തെ ഇൻ തജ്തനിബു കബായിറ മാ തൻഹൗന അൻഹു എന്ന് പറയുന്ന ആയത്ത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ എന്ന് പറയുന്ന ആയത്ത്. വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു വജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന് പറയുന്ന ആയത്ത്. വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ ഗഫൂറുർ റഹീമ എന്ന് പറയുന്ന ആയത്ത്. ഈ 5 ആയത്ത് കണ്ടാ, ഈ 5 ആയത്ത്, ഈ 5 ആയത്ത് അള്ളാഹുവിന്റെ ഖുർആനിലെ സൂറത്തുൻ നിസായിലുള്ളതാ. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ വലിയ ഖുർആൻ പണ്ഡിതനാ. ബഹുമാനപ്പെട്ടവര് പറയാ, ഈ സൂറത്തുൻ നിസായിലെ 5 ആയത്ത് അതിന് പകരം ദുനിയാവ് മുഴുവനും എനിക്കുണ്ടായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷാകൂല. അത്രയും പ്രിയപ്പെട്ടതാണ് ഈ 5 ആയത്ത്. എന്താണ് ഈ ആയത്തിന്റെ പ്രത്യേകത? എന്താ ആയത്തിന്റെ പ്രത്യേകത? ഇതിലെ 4ാമത്തെ ആയത്താണ് നമ്മളിപ്പോ ചർച്ചക്കിട്ട ആയത്ത്. വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക എന്നുള്ള ആയത്ത് അല്ലേ? ബാക്കി ആ ആയത്തങ്ങ് മാറ്റിച്ച് ബാക്കി 4 ആയത്തുകളും പരിശോധിച്ച് നോക്ക്. എല്ലാ ആയത്തുകളും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന് ഇത്ര സന്തോഷം ഉണ്ടാകാനുള്ള കാരണം എന്താ? ഈ 4 ആയത്തുകളിലും പറയുന്നത് തെറ്റ് ചെയ്താൽ അള്ളാഹു പൊറുക്കും, അള്ള പൊറുക്കും, അള്ള പൊറുക്കും പറയണത്. ഏതോ ഒരു കാലത്ത് ആരോ തെറ്റ് ചെയ്തപ്പോ അതല്ല പൊറുത്തിരുന്നു എന്ന് സംഭവം പറയുകയാണെങ്കിൽ, അതങ്ങനെ ചെയ്തിക്കുകയാണെങ്കിൽ പൊറുത്തിരുന്നല്ലോ എന്ന് പറഞ്ഞിക്കുകയാണെങ്കിൽ അതിന്റെ വലിയ സന്തോഷമല്ല ഉണ്ടാകുക, ഖേദം ഉണ്ടാകുക. അങ്ങനല്ലേ? നമ്മളൊരു സ്ഥലത്ത് ചെന്ന് ഒരു സ്ഥലത്ത് ചെന്നിട്ട് എന്താക്കി, കുറെ നേരം നമുക്കൊരു അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ക്യൂല് നിന്ന്, അങ്ങനെ 3-4 മണിക്കൂർ ക്യൂല് നിന്നപ്പോഴാണ് നമ്മൾ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനെ കാണുന്നത്. അയാൾ പറഞ്ഞു, നിങ്ങൾ നേരെ കണ്ട് കയറി നിൽക്കുകയാണെങ്കിൽ ഞാൻ ശരിയാക്കി തരുന്നല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ 4 മണിക്കൂർ ചെലവഴിച്ചതിന്റെ ഖേദാണ് നമുക്ക് ഉണ്ടാകുക, സന്തോഷമല്ല. അപ്പൊ വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക എന്ന ആയത്തിന്റെ അർത്ഥം അന്ന് തെറ്റ് ചെയ്തിരുന്നവർ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് നന്നായിരുന്നു എന്ന ആശയം മാത്രമേ അതിനുള്ളൂ. അല്ലാതെ ഇപ്പോഴും തെറ്റ് ചെയ്യുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് ഇസ്തിഗ്ഫാർ നടത്തിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തിച്ചാൽ അതിന് പാപമോചനം കിട്ടുമെന്ന് ഈ ആയത്തിന് അർത്ഥമില്ലെങ്കിൽ പിന്നെ സന്തോഷിക്കാൻ എന്ത് വകുപ്പാണ് ഈ ആയത്തിലുള്ളത്? എന്ത് വകുപ്പാണുള്ളത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ കൂടെ ബഹുമാനപ്പെട്ടവര് പറഞ്ഞ 4 ആയത്തും പറയുന്നത് അള്ളാഹു പാപം പൊറുക്കും, അള്ളാഹു പാപം പൊറുക്കും എന്നാണ്, അല്ലാതെ എന്നോ പൊറുത്ത കഥ പറയണതല്ല. അതുപോലെ തന്നെ ഈ 5 ഉൾപ്പെടുന്ന ഈ ആയത്തും അന്ന് തെറ്റ് ചെയ്ത ആളുകളുടെ വിഷയം മാത്രം പരാമർശിക്കുന്നതല്ല. നേരെ മറിച്ച് തെറ്റ് ചെയ്ത ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് നിന്ന് റെക്കമെൻഡ് ചെയ്യുകയും അള്ളാഹുവിന്റെ റസൂലിനോട് പാപമോചനം തേടാൻ ആവശ്യപ്പെടുകയും ചെയ്താൽ, അവിടുത്തെ ശഫാഅത്ത് ചോദിച്ചാൽ അള്ളാഹു തആല പാപമോചനം തരുമെന്നാണ് ഈ ആയത്തിൽ പറയുന്നത് എന്ന് വളരെ വ്യക്തമായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ പരാമർശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ഒന്നുകൂടി സുവ്യക്തമായി യുർഷിദു തആല അൽ ഉസാത വൽ മുദ്നിബീന ഇദാ വഖഅ മിൻഹുൽ ഖതഉ. ഇത് വഖഅല്ല, ഇദാ വഖഅ, തെറ്റ് സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ചെന്നാൽ അള്ളാഹുവിന്റെ റസൂലിനോട് ആ തെറ്റിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യിപ്പിച്ചാൽ അള്ളാഹു അത് പെട്ടെന്ന് സ്വീകരിക്കുമെന്നാണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് അതിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഇബ്നു കസീർ പറഞ്ഞത് നേരത്തെ നമ്മളൊക്കെ കേൾക്കുകയും ചെയ്തു. അപ്പൊ നിങ്ങൾ നോക്ക്, ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിന്റെ അടുക്കൽ ചെന്നാല് നബി തങ്ങളോട് പാപമോചനത്തിന് വേണ്ടി, അള്ളാഹുവിനോട് പാപമോചനം തേടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് റെക്കമെൻഡ് ചോദിക്കണമെന്നും നബി തങ്ങളോട് ശഫാഅത്ത് തേടണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബേ, തങ്ങൾ മുഖേന ഞാൻ അള്ളാഹുവിലേക്ക് മുന്നിടുന്നു എന്ന് തന്നെ നബി തങ്ങളോട് നേരെ വിളിച്ചുകൊണ്ട് പറയണം എന്നും പറഞ്ഞ പണ്ഡിതന്മാരുടെ എണ്ണം എത്രയുണ്ട്? ഇത് ചോദിച്ചാൽ മൗലവിമാരോട് എത്രയെങ്കിലും ആയിക്കോട്ടെ ഞങ്ങൾക്ക് എന്താ ചോദിക്കും, എത്രയെങ്കിലും ആയിക്കോട്ടെ ഞമ്മക്ക് എന്താ ചോദിക്കും.
പൊന്നാറ് സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ പണ്ഡിതന്മാരൊക്കെ ശിർക്കാണോ പഠിപ്പിക്കുന്നത്? ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരാണ് ഈ പോട്ടെ നിക്ക. കണ്ട, എത്ര കയ്യും കണക്കൂല്ല. അതാ ഞാൻ പറഞ്ഞ, കയ്യും കണക്കൂല്ല. അത്രയധികം പണ്ഡിതന്മാർ. മാത്രമല്ല ഇവരിതൊക്കെ പഠിപ്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹിജറ 53-ാമത്തെ വർഷം ഉണ്ടായ സംഭവം, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടായ സംഭവം, അബ്ദുല്ലാഹ് ബിൻ മുൻഖിർ റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടായ സംഭവം, ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു എന്ന സഹാബിയുടെ കാലത്തുണ്ടായ സംഭവം, അതിന്റെയൊക്കെ പുറമെ ഉത്ബിയുടെ കാലത്തുണ്ടായ സംഭവം, അങ്ങനെ അങ്ങ് തുടങ്ങിയിട്ട് ഇമാം തബറാനിയുടെ കാലത്തുണ്ടായ സംഭവം. അങ്ങനെ സംഭവങ്ങൾ നിരവധിയാണ്. സംഭവങ്ങൾ നിരവധി ജോറായിട്ട് നടക്കുക. ഇതിങ്ങനെ നടന്നിട്ട് എത്രയോ വേറെയുണ്ട്. ഇതിങ്ങനെ നടന്നിട്ട് ഈ പണ്ഡിതന്മാരൊക്കെ ഇത് ഉദ്ധരിക്കുന്നു, എല്ലാവരും രേഖപ്പെടുത്തുന്നു. പലരും റസൂലുള്ളാഹി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോയാൽ ഇത് ദുആ ചെയ്യണം, അവിടെ ചെന്നിട്ട് ഈ ആയത്തൊക്കെ ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞങ്ങളിതാ പാപമോചനം തേടി ഇവിടെ വന്നിരിക്കുന്നു, തങ്ങളുടെ ശഫാഅത്ത് തേടി വന്നിരിക്കുന്നു എന്ന് പറയണം. അങ്ങനെയാണ് സിയാറത്ത് ചെയ്യേണ്ടത് എന്ന് ലോകത്തെ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്നു. ഇത് പറയുമ്പോ വഹാബി പറയാ, ഓൽക്കൊന്നും ശിർക്കും തൗഹീദും തിരിയാത്തതിന് ഞങ്ങൾ എന്ത് കാട്ടാനാണ്? നിങ്ങൾ നോക്കണേ, ഞങ്ങളെ വഹാബി എന്താ പറയണത്? ഓൽക്കൊന്നും ശിർക്കും തൗഹീദും തിരിയാത്തതിന് ഞങ്ങൾ എന്ത് കാട്ടാനാണ്? നമ്മളെ വഹാബിന്റെ ചോദ്യം. പൊന്നാര ചങ്ങായിമാരെ, ഈ ചോദ്യം കേൾക്കുമ്പോ ചിരിയാണോ വരിക, സങ്കടമാണോ വരിക? ബിസ്മില്ലാ. ആർക്ക് ശിർക്കും തൗഹീദും തിരിഞ്ഞില്ല എന്നാ പോയി പറഞ്ഞത്? ആർക്കാ തിരിയാത്ത? അബ്ദുല്ലാഹ് ബിൻ ഉമറിനോ, ഉഖബത്ത് ബിൻ ആമിർ തങ്ങൾക്കോ, അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹുവിനോ? അവിടെ നിങ്ങോട്ട് വന്നിട്ട് അബ്ദുല്ലാഹ് ബിൻ മുൻഖിർ റളിയല്ലാഹുവിനോ? അവിടെ നിങ്ങോട്ട് പോന്നോ ഈ ഉത്ബിയുടെ സംഭവം റിപ്പോർട്ട് ചെയ്ത ഇബ്നു കസീറിനോ, ഇമാം നവവിക്കോ, ഇമാം മാവർദിക്കോ, ഖാദി അബൂ തയ്യിബിനോ? അങ്ങനെ എണ്ണിക്കോ. ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത ആളുകൾക്ക് കയ്യും കണക്കുമില്ല. കണ്ടോ, അത്രയും പണ്ഡിതന്മാർ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ട് ചെയ്തിട്ട് കഥ പറയാൻ റിപ്പോർട്ട് ചെയ്തല്ല. പിന്നെന്താ? ഇമാം നവവി ഇത് ഉദ്ധരിച്ചിട്ട് എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ മുമ്പ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്ന് പഠിപ്പിക്കാനാണ് ഇമാം നവവി ഇലാഹുലും അതുപോലെ തന്നെ ശറഹുൽ മുഹദ്ദബിലും ഇത് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അത് പറഞ്ഞിട്ട് ഈ ഇമാമിയങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുമ്പോ നമ്മളെ മൗലവിമാര് പറയാണ്, ഓൽക്ക് ശിർക്കും തൗഹീദും തിരിയാത്തതിന് എന്ത് കാട്ടാനാണ്? സുഹൃത്തുക്കളെ, നിങ്ങൾക്കിപ്പോ എന്ത് മനസ്സിലായി? വഹാബികളുടെ വാദമനുസരിച്ച് ഇസ്ലാമിന്റെ പേരില്, അതായത് തൗഹീദിന് വേണ്ടി നിലകൊണ്ട ഇസ്ലാം, അത് എന്നാ നിലകൊള്ളാൻ തുടങ്ങിയത്? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽ. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽ ഇന്നേ വരെ തൗഹീദിന് വേണ്ടി നിലകൊണ്ട ഇസ്ലാം. ആ ഇസ്ലാമിലെ അവസാനത്തെ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ തൗഹീദ് പഠിപ്പിച്ച് അത് പ്രചരിപ്പിക്കാൻ പറ്റിയ വലിയൊരു വിഭാഗത്തെ ഏൽപ്പിച്ച് ഖിയാമത്ത് നാൾ വരെ ലോകത്ത് പ്രചരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അവരെ അർപ്പിച്ച് അള്ളാഹുവിന്റെ റസൂൽ അങ്ങ് വിട പറഞ്ഞു പോയി. അക്കാലം മുതൽ റസൂലുള്ളാഹിന്റെ ഖബറിൽ വന്നിട്ട് സ്വഹാബത്ത് സഹായം തേടാൻ തുടങ്ങിയ സംഭവങ്ങളാണ് ഈ പറഞ്ഞത്. ഈ ചരിത്ര സംഭവങ്ങളൊക്കെ മുൻനിർത്തുകയും ഇതൊക്കെ കിതാബുകളിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുകയും മാത്രമല്ല, ഇതൊക്കെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യുന്നവൻ ഇങ്ങനെ ചെയ്യണമെന്ന് പണ്ഡിതന്മാർ വിവരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ കഥകളാണെന്ന് പറഞ്ഞ് തള്ളാൻ ഒരു വഹാബിക്കല്ലാതെ സാധിക്കൂല. ഞാൻ ഒറ്റ ചോദ്യം കൂടി ഇവിടെ ചോദിക്കുക. ഇത് ശിർക്കാണെന്ന് സങ്കല്പിക്കൂ നിങ്ങൾ. വഹാബി പറയണത് ശരിയാന്ന് സങ്കല്പിക്കൂ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം എന്ന് തുടങ്ങിയ സംഭവം ഞാൻ ഇപ്പൊ വിശദീകരിച്ചു അല്ലെ? തുടങ്ങിയത് വിശദീകരിച്ചു എന്നൊക്കെ ഉണ്ട്. ഇബ്നു അബീ ശൈബന്റെ റിവായത്തിലുള്ളത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താ. അതേപോലെ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തുള്ളത് രണ്ട് സംഭവങ്ങൾ. ഒന്നിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ഇബ്നു സിയാദിന്റെ സംഭവം. രണ്ടാമത്തത് കാലിന് കോച്ചിയപ്പോ യാ റസൂലല്ലാഹ് യാ മുഹമ്മദ് എന്ന് വിളിച്ചത് അദബുൽ മുഫ്രദിലിട്ടല്ല എപ്പോഴും നമ്മൾ കേൾക്കണതാ, ഇബ്നു ഉമറിന്റെ സംഭവം. അതേപോലെ ഉമ്മു കുൽസൂം ബീവി ആയിഷ ബീവിന്റെ സഹോദരന്റെ സംഭവം, അത് സ്വഹാബത്തിന്റെ കാലത്തുള്ളതാ. ആയിഷ ബീവി ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ജീവിച്ചിരിപ്പുണ്ട്, അക്കാലത്തുള്ളതാ. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അത് സ്വഹാബിയ. അതേപോലെ തന്നെ അവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് അബ്ദുല്ലാഹ് ബിൻ മുൻഖിർ റളിയല്ലാഹു അൻഹു താബിയ. അങ്ങനെ പോന്നോ. ഉത്ബി ആണെങ്കിലോ ഹിജ്റ 238 തോന്നുന്നു. ഏതായാലും ഹിജ്റ 230 വഫാത്തായ ആളാ. അതിന്റെ ശേഷം അന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിൽ വന്ന് സഹായം തേടുന്ന പണി, അള്ളാഹുവിന്റെ റസൂലിനോട് ശഫാഅത്ത് തേടുന്ന പണി, വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി സമീപിക്കുന്ന പണി ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിങ്ങൾ തുടങ്ങി വെച്ചു.
അതിന് ചരിത്രം സാക്ഷിയാണ്. അത് നിഷേധിക്കാൻ പറ്റില്ല, ചരിത്രം അതിന് സാക്ഷിയാണ്. പക്ഷെ വഹാബികൾ പറയുമ്പോഴേ ആ ചരിത്രമൊന്നും നമുക്ക് നോക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, ഇത് വഹാബി പറയുന്നത് പോലെ ഇങ്ങനെ സഹായാർത്ഥന നടത്തുന്നത് ശിർക്കാണെന്ന് സങ്കല്പിക്കുക. എന്നാൽ പിന്നെ അത് ശിർക്കാണ് മക്കളെ, ചെയ്യാൻ പാടില്ല. അന്ന് മുതലേ തുടങ്ങിയ ഒരു കാര്യത്തെ, ഇത്ര ഇസ്ലാമിന്റെ മൗലികമായൊരു വിഷയത്തെ വളരെ ശക്തമായി വഹാബിയുടെ ഭാഷയിൽ വളരെ ശക്തമായി ഇസ്ലാമിന്റെ മൗലികമായ ഒരു വിഷയത്തിന് എതിര് ചെയ്യുന്ന സാഹചര്യം ഇസ്ലാമിന്റെ പേരിൽ രംഗത്ത് വന്നിട്ട് അത് തെറ്റാണ് മക്കളെ, ശിർക്കാണ് മക്കളെ, ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ തന്റെ ഇടമുള്ള ഒറ്റ പണ്ഡിതനും മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടായില്ലേ എന്നുള്ളതാണ് നമ്മളെ ചോദ്യം. ചോദ്യം മനസ്സിലാക്കണേ. അത് ശിർക്കാന്ന് പറയാൻ ഒരാളുണ്ടാവില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴുള്ള നമ്മളെ സലാം സുല്ലമിന്റെയും AP അബ്ദുൽ ഖാദർ മൗലവിന്റെയും ഈമാന് ഇമാം ഗസാലിക്ക് ഉണ്ടായിട്ടില്ലേ? ആ ഈമാൻ ഇമാം റാസിക്ക് ഉണ്ടായിട്ടില്ലേ? ആ ഈമാൻ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ? ആ ഈമാന് പഴയ കാലത്തെ ഈ 7-ാം നൂറ്റാണ്ട് വരെ ജീവിച്ച മുസ്ലിം പണ്ഡിതന്മാരിൽ ആർക്കും ഉണ്ടായിട്ടില്ലേ എന്നാണ് എന്റെ ചോദ്യം. കാരണം ഇപ്പൊ ഒരു ഇസ്തിഹാസ നടന്നാല് മൈക്കണ്ട് കെട്ടും. മൈക്ക് കെട്ടിയിട്ട് എന്ത് പറയും? അത് ശിർക്കാട്ടോ, അത് ശിർക്കാട്ടോ, ശിർക്കാട്ടോ എന്ന് പറയുന്ന ആളുകൾ ഇഷ്ടം പോലെ കാണാൻ നമ്മളെ മൗലവിമാർ ഒരു വിവരമില്ലാത്ത. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഈ പറയുന്നത് ശരിയാണെങ്കിൽ ഇത്തരമൊരു പണി ഇസ്ലാമിന്റെ പേരിൽ തുടങ്ങിയിട്ട് നിങ്ങൾ പറയുന്നത് പോലെയെങ്കിലും പറയാൻ തന്റെ ഇടമുള്ള ഒറ്റ പണ്ഡിതനും ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ഉമ്മത്തിൽ പറന്നിട്ടില്ല എന്ന് വിശ്വസിക്കാൻ ഒരു സാധാ ബുദ്ധിക്ക് സാധിക്കോ? അതിന് കൂർമ്മ ബുദ്ധിയും വേണ്ട, വിവരവും വേണ്ട, പാണ്ഡിത്യൊന്നും വേണ്ട. ഞാൻ ചോദിക്കട്ടെ, എന്റെ ക്ലാസ് ഇപ്പൊ എന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന 560-ലധികം ID ക്ലാസ് റൂമിലുണ്ട്. ഇവിടെ കുറെ സാധാരണക്കാരുണ്ട്. ഈ സാധാരണക്കാരോട് ഞാൻ ചോദിക്കുന്നു, ഇത്രയും കാലം ഇസ്ലാമിന്റെ പേരിൽ വഹാബി പറഞ്ഞത് ശരിയാണെങ്കിൽ ഇങ്ങനെ ഒരു കടുത്ത ശിർക്ക് ഇസ്ലാമിന്റെ പേരിൽ പ്രചരിച്ചിട്ട് അത് ശിർക്കാന്ന് പറയാൻ തന്റെ ഇടമുള്ള ഒറ്റ മുസ്ലിം പണ്ഡിതനും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വിശ്വസിക്കാൻ കയ്യോ നിങ്ങൾ അടിച്ചോളി, കയ്യൊന്ന്. അത് വിശ്വസിക്കാൻ കയ്യോ അടിച്ചോളി. അവിടെ അല്ലേ ഏത് ബുദ്ധിയുള്ളവനക്കാ കഴിയില്ലല്ലോ, ഒരിക്കലും കഴിയില്ല. കാരണം അങ്ങനെ ഉണ്ടാവില്ല. കാരണം എന്താ? നിസാര പ്രശ്നത്തിന്റെ പേരിൽ പോലും, ഇത്ര ഗൗരവമല്ലാത്ത ശിർക്ക് തൗഹീദിന്റെ പേരിലൊന്നല്ല, അതിനേക്കാൾ താരതമ്യേന പ്രശ്നം കുറഞ്ഞ പ്രശ്നത്തിന് പോലും സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്ന മഹാന്മാരടക്കാലത്തുള്ള പണ്ഡിതന്മാർ. മനസ്സിലായോ? ചാട്ടമാറുകൊണ്ട് അടി വാങ്ങേണ്ടി വന്നവരാണ് അക്കാലത്തുള്ള പണ്ഡിതന്മാർ. പക്ഷെ അവര് എന്ത് പീഡനങ്ങൾ സഹിച്ചാലും ഉള്ളത് പറയാത്തവരല്ല, ഉള്ളത് തുറന്നങ്ങ് പറയും, പറയേണ്ടത് പറയും, അങ്ങനെ പറഞ്ഞവരാ. അങ്ങനെയുള്ള ആൾക്കാർ ജീവിക്കണ കാലം കഴിഞ്ഞു പോയിട്ട് അക്കാലത്ത് ഇങ്ങനെ ഒരു പണി തുടങ്ങിയിട്ട് അത് ശിർക്കാന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റൂല. അതേ സ്ഥാനത്ത് അത് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ വഹാബി കാട്ടിത്തരണം. ഞങ്ങൾ എത്ര കാലമായി ഇത് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട്? അത് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ വഹാബികൾ നല്ല ലോകത്താർക്കും കാട്ടിത്തരാം. ഏത്? 7-ാം നൂറ്റാണ്ടിന്റെ മുമ്പ്, 7-ാം നൂറ്റാണ്ടിലെ ഇബ്നു തൈമിയ്യയാണ് ലോകത്ത് ആദ്യമായി ഇത് തെറ്റാന്ന് പറഞ്ഞത്. ഇനി നോക്കി അടിക്കണത് അതിന് വേണ്ടേ കേട്ടോ, ഇനി അടിക്കണ നോക്ക്, അതിന് വേണ്ടേന്നാണ് ഒരാൾ അടിക്കണത്. പൊന്നാര ചങ്ങായി, ഞാൻ ഇതുവരെ പറഞ്ഞത് ധാരാളം സംഭവങ്ങളാണ്. നിങ്ങൾ ഓടിണ്ട് വന്നിട്ട് എന്തേലും പറയരുത് കേട്ടോ. സ്വഹാബത്തിന്റെ കാലം മുതൽ ഇത് തുടങ്ങിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഞാൻ ഇതുവരെ ഉദ്ധരിച്ചത് ചരിത്ര കിതാബുകളിൽ നിന്ന്. മനസ്സിലായോ? അങ്ങനെ ഇബ്നു തൈമിയ്യ വന്നിട്ടാണ് എന്താക്കിയത്? ഇബ്നു തൈമിയ്യ 7-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ഇബ്നു തൈമിയ്യ വരുന്നത്. 7-ാം നൂറ്റാണ്ടിന്റെ അവസാനം. ഈ 7-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരുന്ന ഇബ്നു തൈമിയ്യയാണ് സത്യത്തിൽ എന്താക്കിയത്? ഇത് ശിർക്കാന്ന് ആദ്യം പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഇത്ര കാലം ഇത് ശിർക്കാന്ന് പറയാൻ തന്റെ ഇടമുള്ള ഒറ്റ പണ്ഡിതനും മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടായില്ല എന്ന് വിശ്വസിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? പറ്റൂല. ഇബ്നു തൈമിയ്യ ശിർക്കാന്ന് പറഞ്ഞു, ഉടനെ വന്നു ഇമാം സുബ്കിയുടെ ഖണ്ഡനം. അങ്ങനെ ശിർക്കാന്ന് ലോകത്ത് ആരും പറയാത്ത പുതിയൊരു വാദം ഇബ്നു തൈമിയ്യ പറഞ്ഞപ്പോൾ ഉടനെ വന്നു അതിന്റെ ഖണ്ഡനം. ഞാൻ ചോദിക്കട്ടെ, ഇബ്നു തൈമിയ്യ ശിർക്കാന്ന് പറയുന്നതിന് മുമ്പ് ആര് പറഞ്ഞു? അതിന്റെ ഒരു ചോദ്യ. ആര് പറഞ്ഞു? ഏത് മുസ്ലിം പണ്ഡിതൻ പറഞ്ഞു? വഹാബിക്ക് ഇതുവരെ ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല, ഖിയാമത്ത് നാൾ വരെ സാധിക്കില്ല. ഇപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുകയാണ്. 1.5 വർഷത്തിന് മുമ്പ്, ചിലപ്പോൾ 2 വർഷമൊക്കെ ആയിട്ടുണ്ടാവും, നമ്മളെ ക്ലാസ് റൂമിൽ ഒരു സംവാദം നടന്നിരുന്നു, അല്ലെ, ഒരു ചർച്ച നടന്നിരുന്നു. എന്താണ് ആ ചർച്ചയിലെ വിഷയം? അന്ന് വഹാബി 2012 2011 IDയിലുള്ള ഒരു മൗലവിയാണ് അന്ന് വന്നത്.
അയാൾ എന്താ പറഞ്ഞത്? ഇബ്നു അഖീൽ പറഞ്ഞിരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞിരിക്കണെന്നാ. ഇബ്നു അഖീൽ പറഞ്ഞിരിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞിരിക്കണെന്നാ. ഞാൻ പറയുന്നത് ഒരു കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. തെറ്റാണ് എന്ന് പറഞ്ഞതിനല്ല ഞാൻ ചോദിക്കുന്നത്, ശിർക്ക എന്ന് പറഞ്ഞ ആരാ ഉള്ളത് എന്നാ. ഇബ്നു അഖീൽ പറഞ്ഞ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. വഹാബി 2011 അല്ലേ? ശിർക്കാണ് എന്ന് പറഞ്ഞ ആരുണ്ട്? അതിന് മറുപടി പറയണം. ഇബ്നു അഖീൽ തെറ്റാന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞു. നിങ്ങൾക്ക് കേൾക്കണോ സുഹൃത്തുക്കളെ? ഇബ്നു അഖീലിന്റെ കിതാബുൽ ഫുനൂനിൽ നിന്ന് മഹാന്മാരോട് ഇസ്തിഗാസയും തവസ്സുലും നടത്തുന്നത് തെറ്റാണ്, ഹറാമാണ് എന്ന് ഇബ്നു അഖീൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മെല്ലെ വഹാബി മൗലവി തട്ടിവിട്ടു. അതേ കിതാബുൽ ഫുനൂനിന്റെ മറ്റൊരു പേജിൽ നിന്ന് തവസ്സുലിനെ അദ്ദേഹം അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞ വരി ഞാൻ അവസാനം വായിച്ചു കേൾപ്പിച്ചപ്പോ 2011 വഹാബി എന്ന ഐഡിയിൽ വന്ന മൗലവി അങ്ങ് മുങ്ങി. അന്ന് ഈ വിഷയത്തിന്റെ ചർച്ചയ്ക്ക് വേണ്ടി കിതാബുകൾ പരിശോധിച്ചപ്പോ ഇബ്നു അഖീലിന്റെ കിതാബു തദ്കിറ എന്ന പേരുള്ള ഒരു കിതാബിനെ കുറിച്ചുള്ള പരാമർശം പല സ്ഥലത്തും കണ്ടു. പക്ഷേ ആ കിതാബിന്റെ കോപ്പി അന്ന് നമുക്ക് നെറ്റിൽ നിന്നൊന്നും കിട്ടിയില്ല. ആ കിതാബു തദ്കിറയിൽ ഇബ്നു അഖീൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുക്കൽ സിയാറത്തിന് പോയാൽ അള്ളാഹുവിന്റെ റസൂലിനെ നേരിൽ വിളിച്ച് ശഫാഅത്ത് തേടണമെന്നാണ്. കേൾക്കണത്? അത് നമ്മളന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം, അന്നത് പറയുന്ന സമയത്ത് ആ തദ്കിറ നേരിട്ട് നമ്മൾ കണ്ടിരുന്നില്ല. മനസ്സിലായോ? അന്ന് മുതൽ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശയാണ് ഇബ്നു അഖീലിന്റെ കിതാബു തദ്കിറ എവിടുന്നെങ്കിലും ഒന്ന് കാണണം, കിതാബ് തദ്കിറ കാണണം. പല സ്ഥലത്തും അന്വേഷിച്ചു, കിതാബ് തദ്കിറ കിട്ടിയില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ്, 3-4 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ സൗദി അറേബ്യയിൽ പോയപ്പോ മദീനയിലെ മസ്ജിദുൻ നബിയുടെ ലൈബ്രറിയിൽ മദീനത്തുള്ള ഒരു സുഹൃത്തിനെയും കൂട്ടിയിട്ട് പോയി. ആ ലൈബ്രറിയിൽ ചെന്നിട്ട് ഞാൻ അവിടുന്ന് കിതാബുൽ ഫുനൂനും കിതാബു തദ്കിറയും വാങ്ങി. രണ്ടും ചോദിച്ചു, രണ്ടും എനിക്ക് കിട്ടി. കിതാബു തദ്കിറയുടെ ഒരു വാള്യമുണ്ട്, ഒരു വാള്യമേനുള്ളൂ. കിതാബുൽ ഫുനൂനും ഉണ്ട് അവിടെ. കിതാബുൽ ഫുനൂന് ആകെ 1-2 വാള്യങ്ങൾ മാത്രമേ പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ളൂ. ഒരുപാട് വാള്യങ്ങളുള്ള 400-ലധികം, ചിലത് 700 വാള്യങ്ങളുണ്ട് എന്നും പറഞ്ഞിട്ടുള്ള അത്രയും വലിയ കിതാബാണ് കിതാബുൽ ഫുനൂന്. ഏതാവട്ടെ ഈ 2 കിതാബ് എന്റെ കയ്യിൽ കിട്ടി. കിതാബു തദ്കിറയില് ഇബ്നു അഖീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫ് സന്ദർശിക്കുന്നതിന്റെ ആദാബുകൾ പറയുന്ന ഭാഗം ഞാൻ പരിശോധിച്ചു. ഒരു കടലാസിൽ എഴുതി വെച്ചു. അത് എഴുതിയിട്ട് എന്റെ പെട്ടിയിൽ സൂക്ഷിച്ചു. മാത്രമല്ല അവിടുന്ന് പോരുന്ന സമയത്ത് ഈ കിതാബു തദ്കിറ PDF ഫയലാക്കി എനിക്ക് കിട്ടാനുള്ള സംവിധാനം ചെയ്യാൻ ഞാൻ മദീനയിലുള്ള മുഹമ്മദ് അലി എന്ന എന്റെ സുഹൃത്തിനെ ഏൽപ്പിച്ചു. അദ്ദേഹം അവിടെ ചെന്ന് അത് PDF ഫയലാക്കുകയും ആ കിതാബിന്റെ ഫയൽ എനിക്ക് അയച്ചു തരികയും ചെയ്തു. ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. അപ്പൊ മദീനത്തെ ലൈബ്രറിയിലുണ്ട് ആ കിതാബു തദ്കിറ. എടാ, മദീനത്തെ ലൈബ്രറിയിൽ ആ കിതാബു തദ്കിറ ഉണ്ട്. ആ കിതാബു തദ്കിറയിൽ ഇബ്നു അഖീൽ പറഞ്ഞ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിന്റെ അടുത്ത് സിയാറത്തിന് പോയാൽ അള്ളാഹുവിന്റെ റസൂലിനെ നേരിൽ വെച്ച് ശഫാഅത്ത് തേടണമെന്നാണ്. അത് ശിർക്കാന്ന് ഇബ്നു അഖീൽ പറഞ്ഞിട്ടില്ല, തെറ്റാന്നും പറഞ്ഞിട്ടില്ല, കറാഹത്താന്നും പറഞ്ഞിട്ടില്ല. അത് അങ്ങനെ ചെയ്യണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വഹാബികൾ ഇനിയും അങ്ങനെ ജൽപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇബ്നു അഖീൽ എന്നല്ല, ഇബ്നു തൈമിയ്യക്ക് മുമ്പ് ലോകത്ത് ഒറ്റ പണ്ഡിതനും അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായിണ്ടോ? മാത്രമോ, കേട്ടോളൂ നിങ്ങൾ, 4 മദ്ഹബിലെ പണ്ഡിതന്മാരും പറഞ്ഞ് നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്ക്. 4 മദ്ഹബിലെ പണ്ഡിതന്മാരും, ഷാഫി മദ്ഹബിലും ഹനഫി മദ്ഹബിലും ഹംബലി മദ്ഹബും മാലിക്കി മദ്ഹബും എല്ലാം എടുത്ത് പരിശോധിച്ചോ? എല്ലാ മദ്ഹബിലും എന്താ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫ് സിയാറത്ത് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? എല്ലാരും പറഞ്ഞതാണ്, അവിടെ ചെന്നിട്ട് പറയണം, അള്ളാഹുവിന്റെ ഹബീബായ നബിയെ, തങ്ങളെ ശഫാഅത്ത് തേടിയിട്ടാണ് ദാ ഞാൻ വന്നിട്ടുള്ളത്, എന്റെ പാപങ്ങൾക്ക് മോചനം കിട്ടാനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് അവിടെ റസൂലുള്ളാഹിനെ വിളിച്ച് നേരിട്ട് പറയണം. നമ്മുടെ ദുന്യവിയും ഉഖ്റവിയുമായ ആവശ്യങ്ങൾ അവിടെ അവതരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ വെച്ച് ദുആ ചെയ്താൽ അതിന് ഉത്തരം കിട്ടുമെന്നും മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതിന് എതിരെ പറഞ്ഞ ഒരേ ഒരു വ്യക്തി ഇബ്നു തൈമിയ്യ മാത്രമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാണ്ടോ? അപ്പൊ ഇത് ശിർക്കാണെന്ന് സങ്കല്പിച്ചാൽ അപകടകരമായ ചില വാദങ്ങൾ നമ്മൾ വാദിക്കേണ്ടി വരും. അതെന്താ? സ്വഹാബത്ത് ശിർക്ക് ചെയ്തു എന്ന് പറയണം, പിൽക്കാലക്കാർ ശിർക്ക് ചെയ്തു എന്ന് പറയണം. മാത്രമല്ല, ഇങ്ങനെ ഒരു ശിർക്ക് ഇസ്ലാമിന്റെ പേരിൽ പ്രചരിച്ചിട്ട് അക്കാലത്തെ പണ്ഡിതന്മാർ അതിനെതിരെ പ്രതികരിച്ചില്ല എന്ന് പറയണം. ഇത്ര വലിയ അബദ്ധങ്ങളൊക്കെ വഹാബികൾക്ക് എഴുന്നള്ളിക്കേണ്ടി വന്നത് ഇത് ശിർക്കാണെന്ന അബദ്ധ ജടിലമായ വാദം അവർ ഉയർത്തിപ്പിടിച്ചതുകൊണ്ടാണ്.
അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് അഖീദയുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്നും മാത്രമല്ല മഹാന്മാരായ ഔലിയാക്കളും അമ്പിയാക്കളും ഒക്കെ അവരോട് സഹായാർത്ഥന നടത്തുന്നതിന്റെ വിധി എന്താണെന്നും അത് മനുഷ്യന്റെ ഈമാനുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല, അതൊരു കർമ്മവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാണ് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്, അവരാണ് അതിന്റെ വിധി പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ലോകത്തൊരു പണ്ഡിതനും ഇബ്നു തൈമിയ്യക്കും അതിനെ എതിർത്തിട്ടില്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ വെല്ലുവിളിയുടെ ഭാഷയിൽ പലതവണ ഈ ക്ലാസ് റൂമിലൂടെ ചോദിച്ചിട്ടും ഇന്നേ വരെ അതിനൊരു മറുപടി കിട്ടിയിട്ടില്ല. ഇപ്പൊ മൗലവിമാര് പറഞ്ഞ എന്താ, ആരും എതിർത്തോളണമെന്നുണ്ടോ, ഖുർആനിലുണ്ടായാ പോരേനാ. അതാ രസം, നമ്മളെ സാധാരണക്കാരെ പറ്റിക്കണ വർത്താനം കേട്ടോ. 7 നൂറ്റാണ്ട് എതിർത്തോളണമെന്നുണ്ടോ? അങ്ങനൊന്നും നടന്ന് മുസ്ലിം പണ്ഡിതന്മാർ ആരും എതിർത്തിയില്ല. അതിന് ഞങ്ങളെന്താ കാട്ടുന്നത്? ഖുർആനിലുണ്ടായാ പോരേന്നാ. പൊന്നാര ചങ്ങായിമാരെ, ഖുർആനിൽ ശിർക്കാണെന്ന് പറഞ്ഞൊരു കാര്യം, ശിർക്ക് ഇസ്ലാമിൽ നടക്കുമ്പോ അത് തെറ്റാണ്, ചെയ്യരുത് എന്ന് പറയാൻ ഒരാളും തന്റെ ഇടം കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മന്ദബുദ്ധികൾ കൂടി കഴിയൂല. എന്നിട്ടല്ലേ ബാക്കിയുള്ളവർക്ക്? മനസ്സിലായോ? അതായത് നിങ്ങൾ കാണിക്കണ ഈ ആവേശം കൂടി തൗഹീദിനോട് നിങ്ങൾ കാണിക്കുന്ന പ്രതിബദ്ധത പോലും പഴയകാല ഇമാമിങ്ങൾക്കും പണ്ഡിതന്മാർക്കും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഒരു മന്ദബുദ്ധിയെ പോലും കിട്ടൂല എന്ന് ഞാൻ പറഞ്ഞതിന്റെ പൊരുള്. അതുകൊണ്ട് ഈ വഹാബികളാണ് അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ടുള്ളത്. ഇനി നിങ്ങളൊരു കാര്യം കൂടി നിന്ന് ആലോചിച്ചോളൂ. എന്താ കാര്യം? നമ്മക്കൊക്കെ പോകണ്ടേ ആഖിറത്തേക്ക്? അല്ലെ, ആഖിറത്തേക്ക് പോണല്ലോ. ആഖിറത്ത് ചെല്ലുമ്പോഴേ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരണം. പക്ഷെ പുറത്തു തരണമെങ്കിലേ വേറൊന്നുണ്ട്. നിങ്ങളൊരു മനുഷ്യനെ തല്ലി, ഒരാളെ ചീത്ത പറഞ്ഞു, ഒരാളെ മുതല് കട്ടു, ഒരാളെ ആക്രമിച്ചു, കൊള്ളയടിച്ചു, ഇതൊക്കെ എങ്ങനെ അള്ള പൊറുക്കണമെങ്കിലേ ആരെയാണോ നിങ്ങൾ ഉപദ്രവിച്ചത് അവൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടങ്ങ് തരണം. ഞാൻ ചോദിക്കട്ടെ, ഈ വഹാബികളൊക്കെ മഹ്ശറിൽ വരൂലേ? വരുന്ന സമയത്ത് നിങ്ങൾ കുറ്റം പറഞ്ഞ ആളുകൾ അവിടെ ഹാജരാക്കൂലേ? ഹാജരാക്കുമ്പോൾ ആരൊക്കെ ഉണ്ടാകുക? ലോകത്തെ മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങളും നിങ്ങളുടെ പ്രതിയോഗികളായിട്ടുണ്ടാവും. നിങ്ങൾ ഓലയിൽ പറഞ്ഞ കുറ്റം എന്താ? ഇവരൊക്കെ മുശ്രിക്കീങ്ങളാണ് എന്നാ. ആ പറഞ്ഞ നിങ്ങൾ മുശ്രിക്കീങ്ങളാണ് എന്ന കുറ്റം ചാർത്തിയ കൂട്ടത്തിൽ മഹാന്മാരായ ഇമാമീങ്ങളും പണ്ഡിതന്മാരും ധാരാളമുണ്ട്. ശിർക്ക് പ്രചരിപ്പിച്ചവരാണ് നിങ്ങൾ പറഞ്ഞ് ഇമാമീങ്ങളും പണ്ഡിതന്മാരും ധാരാളമുണ്ട്. അവരൊക്കെ നിങ്ങളെ പ്രതിയോഗികളായിട്ട് വരും. നിങ്ങള് അവരെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് സ്വർഗത്തേക്ക് പോകാൻ കഴിയോ കൂട്ടരെ? ശിർക്ക് എന്ന് പറയുന്ന മഹാപാപം ഈ ലോകത്തെ മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിട്ട് എന്തെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഏത് ഇളനീരിനെ കുറിച്ച് നിങ്ങൾ കള്ളാണെന്ന് പറഞ്ഞ് ഇളനീര് കുടിക്കുന്നവനെ കള്ളുകുടിയനായി ചിത്രീകരിച്ചാൽ തീർച്ചയായും ഈ ഇളനീര് കുടിച്ച് ജീവിച്ച, അത് കള്ളല്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കുടിച്ച് ജീവിച്ച മുസ്ലിമീങ്ങൾ നാളെ പരലോകത്ത് വരുമ്പോ നിങ്ങളെ പ്രതിയോഗികളായി വരും. ആ കണക്ക് തീർത്തിട്ടേ നിങ്ങളെ കാര്യത്തിൽ തീരുമാനാക്കാൻ കഴിയുള്ളൂ എന്ന ബോധമെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ നിങ്ങൾക്ക് നല്ലത്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഉണർന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയും വിവേകവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാനിതാ ഇവിടെ മൈക്ക് തൽക്കാലം റിലീസ് ചെയ്യാൻ പോവാണ്. ഇനി ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വരാം കേട്ടോ. ഇപ്പൊ പറഞ്ഞപ്പോ ചില ആൾക്കാരൊക്കെ ടെക്സ്റ്റ് അടിച്ചവരുണ്ട്, വേറെ പല ആൾക്കാർക്കും പല ചോദ്യങ്ങളും ചോദിക്കാനുണ്ട്.